എവിടെ പോവിടൂ? എന്താ കാര്യം? കുഞ്ഞിന്റെ മാമോദിസ അല്ലേ? താഴത്തെ വീട്ടിലെ കുഞ്ഞിന്റെ മാമോദിസ. മാമോദിസ ഏതാ വ്യക്തമായിട്ട് പറഞ്ഞു തരാം കേട്ടാ. ഇന്ന് കൊണ്ട് കാണിച്ചു തരാമല്ലോ എന്താന്ന്. കിടൂന് കുഞ്ഞായിരുന്നപ്പോൾ 28 കെട്ടിയില്ലേ? 28 നൂല് കെട്ടിയില്ലേ? ഓർമ്മ എങ്ങനെ ഉണ്ടാവാനാ? സോറി, ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നത്? എവിടാ കെട്ടിയേ? എവിടെ? ഇവിടെ എവിടെ കെട്ടി? അവിടെ വെച്ച് കെട്ടിയോ? മോൻ്റെ എവിടെയാ കെട്ടിയേ? നേര്യമംഗലത്താണോ? എടാ നിന്റെ മേത്തല്ലയോ കെട്ടിയ നൂല്? അയ്യോ പൊന്നിനെ അറിയത്തില്ല. പാടാ. ആരാ ഗേറ്റ് തുറക്കാൻ പോന്നേന്ന് കണ്ട? ആരാന്നുള്ളത്? അമ്പോ, എന്റെ മിടുക്കമോനെ കണ്ടോ? മിടുക്കമോൻ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനുണ്ട്, കുഞ്ഞാമാമനുണ്ട്, കിടു ഉണ്ട്. ഞങ്ങൾ 3 ആളും കൂടെ എവിടെ പോവാ? ഒരു മാമോദിസയ്ക്ക് പോവാം. തന്നെ ഇറങ്ങിടോ. പിന്നെ ഗേറ്റ് തുറന്ന് ഗേറ്റ് പുറത്തുകൂടെ അടച്ച് ഡോറൊക്കെ തുറന്ന് വരാനായി. എൻ്റെ കുഞ്ഞൊരു വലിയ ചെറുക്കനായി. ആണോ? സ്റ്റാച്ചു അല്ല മോനെ, ടാറ്റു. ടാറ്റു. എങ്ങനെ ഉണ്ടായിരുന്നു മലപ്പുറത്തെ വിശേഷങ്ങളൊക്കെ? പട്ടാണ്ടി അല്ല, പട്ടാമ്പി. അമ്മു അണ്ണാണി കിടുവും കൂടി ഇന്നലെ ബൈക്കിന് മലപ്പുറത്തു നിന്ന് സിംഹത്തോട് വരെ വന്നിട്ടുണ്ടായിരുന്നു. അവനപ്പോ വന്ന വഴി ഉറങ്ങിയ കഥയാ പറയുന്നത്. ആണോ? എടുക്കട്ടെ. എന്നിട്ടാണോ ഇടയ്ക്ക് എന്നോട് സംസാരിച്ചായിരുന്നല്ലോ? അപ്പൊ എന്റെ സെൽഫി സ്റ്റിക്കിങ് എടുത്തു തന്നെ. വൈകിട്ടപ്പോ കാറ്റി കുളിക്കാൻ പോണ്ടേ? വൈകിട്ടപ്പോ കാറ്റി കുളിക്കാൻ പോണ്ടേ? അപ്പൊ കിടു മലപ്പുറത്തായിരുന്നു. അപ്പൊ അമ്മൂന് 2 ദിവസം അവധി ഉള്ളതുകൊണ്ട് അണ്ണാണി പോയിട്ട് 2 ആളെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പൊ 2 ദിവസം കഴിയുമ്പോ പിന്നെയും കിടു വന്ന് പോകും. കിടു ഒരാഴ്ചയില്ല, 2-3 ദിവസമായിട്ട് മലപ്പുറത്തായിരുന്നു. ഹലോ കുഞ്ഞമ്മാമ. പരിപാടി കത്തോലിക്ക ഓഡിറ്റോറിയത്തില്, കത്തോലിക്ക പള്ളിയില്. മണി നമ്മൾ പോകുന്ന കറക്റ്റ് മണിയാണ്. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റില് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടപ്പന്റെ കൂടെയായിരുന്നു. അതിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ചേർക്കാം കേട്ടോ. ഞങ്ങളൊന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ പോകാറുള്ളതാണ്, വീഡിയോസ് എടുക്കാറുള്ളതാണ്. പക്ഷെ അങ്ങനെ അപ്ലോഡ് ചെയ്യലൊക്കെ വളരെ കുറവാണ്. ഇപ്പൊ പിന്നെ ഇടയ്ക്ക് അവനെ കാണിച്ചത് കൊണ്ട് വീണ്ടും വീണ്ടും ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഒന്ന് കാണിക്കാൻ. എവിടെ? വെള്ളം മോനെ, അഴുക്കമ്മ കുടിക്കണ്ട. വേണ്ട, നമുക്ക് വേണ്ട കേട്ടോ. അതൊക്കെ ഇച്ചിരി സാധനം വേണ്ട. പൊന്നുമോ കുടിക്കല്ലേ? അഴുക്ക സാധനമാണ്. നമ്മൾ മേടിച്ച് ആരോ വണ്ടിയും കൊണ്ട് പോയൊരു മേടിച്ചു വെച്ചു. ജ്യൂസപ്പയോ? കൂട്ടുകാരുടെ വീടിന്റെ വഴി എല്ലാരും കേട്ടോ. എവിടെ കിടു? ഉറക്കെ പറ. പെട്രോൾ പമ്പിന്റെ മേളിലോട്ടുള്ള വഴിയിൽ കേറി പോയാൽ അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലോട്ട് കേറി പോയാൽ അവിടെ ഫോട്ടോ ക്യാമറ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ആണോ? ആ കൂട്ടുകാരുടെ പേരെന്തുവാ? എങ്ങനെങ്ങാണ്ട് എന്താ അമ്മൂന്റെ കൂട്ടുകാരുടെ പേരെന്തുവാ? ചെറിയ കൊച്ചാണോ? അമ്മൂന്റെ കൂട്ടുകാരിയോ? വലിയതുണ്ട്, ചെറിയതുണ്ട്. അമ്മൂന്റെ കൂട്ടുകാരിക്കാ? ആഹാ. പക്ഷെ കൂട്ടുകാരുടെ പേരറിയത്തില്ല. ലാപ്ടോപ്പ് ഉണ്ട്, ക്യാമറ ഉണ്ട്, വേറെ കുറെ സാധനമുണ്ട്, 2 പിള്ളേരും ഉണ്ട്. കൂട്ടുകാരിയുടെ പേരെന്തുവാടാ അമ്മൂന്റെ? കൊച്ചുപെണ്ണോ? കൊച്ചുപെണ്ണോ ഉണ്ടോ? ആ കൊച്ചുപെണ്ണിന്റെ പേരെന്തുവാ? എന്നാ മലപ്പുറത്തെ കൂട്ടുകാരുടെ പേരെന്തുവാ? വലുതായി കഴിയുമ്പോ അപ്പയ്ക്ക് ഓടിക്കാനാ? സെറ്റപ്പ് കാറാ? പെട്രോൾ അടിക്കേണ്ടി വരുമോ? പെട്രോൾ അടിച്ചാലും ഓടുന്നതല്ല, ഓടിയാലും അതിന് പറക്കാനും പറ്റും. അങ്ങനത്തെ കാറാ? അത് ബട്ടണിന് വേറെ
മേടിച്ചിരുന്നേ? ഇച്ചിരിയും കൂടെ വലുതാവട്ടെ അപ്പേ. ആര്? അപ്പ. ഓ ഞാനാണോ വലുതാവട്ടെ? ആയിരുന്നു നീയാന്ന്. അപ്പൊ നിനക്ക് എത്ര വയസ്സ് കാണും അപ്പോ? അപ്പൊ വലുതാകുമ്പോഴത്തേക്കും UKG-ലാവോ? UKG-ൽ എത്തുമ്പോഴാണോ കാർ മേടിച്ചിരുന്നേ? +2 എത്തുമ്പോ പൈസ കിട്ടുമോ? അപ്പോഴാണോ മേടിച്ചിരുന്നേ? +2 എത്തുമ്പോ എങ്ങനെ പൈസ കിട്ടുന്നേ? കറസ്പോണ്ടൻസ് ആയിട്ട് ചെയ്തോണ്ട് ജോലിക്ക് പോകാനാട്ടോ. ഓ +2ന്റെ പൈസയും ജോലിക്ക് പോകുന്ന പൈസയും കൂടെ കിട്ടും അല്ലേ? ഓ മേടിച്ചു തരുമോ അപ്പയ്ക്ക്? അപ്പൊ നീ അപ്പൊ ഓടിച്ചോണ്ട് പോവാതെ അപ്പയ്ക്ക് ഓടിക്കാൻ തരുവാണോ? എങ്ങനാ? ഓ അങ്ങനെയാണല്ലേ. അപ്പൊ ഫ്രണ്ടിൽ ഈ സൈഡിൽ ഇരുത്തൂല? അപ്പൊ നിന്റെ ഭാര്യ ഇരിക്കണോന്ന് പറഞ്ഞ എന്തോ? ഇപ്പൊ മാമന്റെ ഭാര്യയാണല്ലോ ഫ്രണ്ടിൽ ഇരിക്കുന്നേ മാമൻ ഓടിക്കുമ്പോ. അതുപോലെ നീ ഓടിക്കുമ്പോ നിന്റെ ഭാര്യ ഫ്രണ്ടിൽ ഇരിക്കുന്നെങ്കിലോ? അവളോടോ? അവള് സമ്മതിച്ചില്ലെങ്കിലോ? വണ്ടി നിർത്തിട്ട് നീ ഇറങ്ങി പോവോ? അവളെ ഇറക്കി വിടുവാ എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ പോവാ? അവള് പാവല്ലേ, പോട്ടെ. അപ്പ പുറകെ ഇരുന്നതാ കേട്ടോ. ഇടയ്ക്ക് എപ്പോഴേലും അപ്പയ്ക്ക് ആഗ്രഹം വരുമ്പോ അവള് ജോലിക്കൊക്കെ പോത്തില്ല, അന്നേരം അപ്പ ഫ്രണ്ട് ഇരുത്തിയാ മതി. എന്താ മാമന് പെണ്ണ് കിട്ടിയില്ലേ അല്ലേ കളെ? കഴിഞ്ഞില്ലേ കിട്ടിയില്ലേ? മാമന് കുറച്ച് ദിവസം അത് തന്നെ, കൊറേ ദിവസം കൂടി എന്റെ കൊച്ചിനെ കൈ കിട്ടിയിട്ട് മാമൻ എന്ത് പറയണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക അല്ലേ കളെ? എന്താണ് മോന്റെ ഐഡിയ? ഒളിച്ചിരുന്ന ഐഡിയ ആലോചിക്കുന്നോ? കിടുവായിട്ട് നമുക്ക് പറങ്ങാണ്ടി വിടണ്ടേ? ഓ മാമൻ കാണാണ്ട് ഒളിച്ചിരുന്ന് ആലോചിക്കുക. നമുക്ക് വൈകിട്ട് പറങ്ങാണ്ടി വിടണം, ആറ്റി കുളിക്കാൻ പോണം. എന്താ ഐഡിയ? മാമന് ഭാര്യ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മാമന് വേറെ പെണ്ണിനെ കെട്ടിച്ചെടുത്തേ. എങ്ങനെയാന്ന്? നീ എന്താ ഉദ്ദേശിച്ച്? മനസ്സിലായില്ല. അത് മാമന് വേറെ പെണ്ണിനെ എടുത്തിട്ട് വേറെ പെണ്ണിനെ വേറെ മേടിച്ചിട്ട് അപ്പ എടുത്തിട്ട് പിന്നെ വേറെ പുതിയ പെണ്ണിനെ. എടാ എത്ര പെണ്ണുങ്ങളുമായിട്ടാണ് നിനക്ക് ബന്ധം കുഞ്ഞാ അല്ലേ കളെ? എന്റെ കിടു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നേ. ഭാര്യ, നേരത്തെ ഒരു പെണ്ണ്, വേറെ പെണ്ണ്, മേടിച്ച പെണ്ണ്, വാങ്ങിച്ച പെണ്ണ്. ചോറ് തുറന്നിരുന്ന എന്റെ കുഞ്ഞിനെയുള്ള സ്നേഹം. ധാരാ നിക്കുന്നേ നോക്കിയേ. ഞങ്ങള് കുഞ്ഞുടുപ്പ് മേടിക്കാൻ വന്ന, പക്ഷെ മേടിച്ചതാരാ നോക്കിയേ. അവൻ എന്താ ലുക്ക് ഇട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചപ്പല് മാറ്റാവുന്നില്ല. ഞങ്ങളെല്ലാം വെച്ചൊരു ചെരുപ്പ്, ഒരു ഷൂ മേടിക്കാം അല്ലേ കളെ? കുഞ്ഞിന്റെ ഉടുപ്പല്ലേ അവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? ഷൂ കാണിച്ചു. സോക്സ് ഉണ്ട്. എല്ലാം അവന്റെ ഇഷ്ടത്തിനെടുത്ത കേട്ടോ. സെലക്ട് ചെയ്ത ആളവൻ തന്നെയാ. അണ്ണാണി എന്റെ കുഞ്ഞിനെ വീഡിയോ കോളിൽ കണ്ടിട്ട് പറയാ കേറ്ററിംഗുകാരെ പോലെ ഉണ്ടെന്നല്ലേ കളെ? പക്ഷെ അവൻ വിട്ടുകൊടുത്തില്ല. അവൻ ഇഷ്ടപ്പെട്ടു, അവൻ എടുത്തു എന്ന് പറഞ്ഞു. ഏതാ അതാ? ഇതാരാ നോക്ക്. നമ്മൾ ഏകദേശം ഒരേപോലത്തെ കോസ്റ്റ്യൂം വേണ്ട. പക്ഷെ ഇത് മാത്രമല്ല, ഇവിടെ മൂന്നാമതൊരാളുണ്ട്. അതായത് ഇന്ന് മൊത്തം എന്റെ ലിപ്സ്റ്റിക്ക് നുള്ളി പറിക്കുന്നതാണ് ആളുടെ പണി. കുറച്ചു നേരമായി ഓരോ തുള്ളിയായിട്ട് നുള്ളി പറിച്ചോണ്ടിരിക്കുക ലിപ്സ്റ്റിക്ക്. അപ്പൊ ഞങ്ങള് ഇന്ന് നമ്മളെ കൊച്ചിന്റെ കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളിന്ന് ലുലു ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ ഓർത്തിട്ട്. ഞങ്ങൾ ഇടയ്ക്കെല്ലാം പോകാറുള്ള, ഞങ്ങൾ മൂന്നാളും കൂടെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത് ലുലു ആണ്. അപ്പൊ ഇന്നും അടങ്ങിയിരുന്നോ? ഇന്നും നമ്മൾ ലുലു കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കണ്ണാടി വെക്കട്ടെ. അപ്പോൾ പരിചയമുള്ളവരെയൊക്കെ നമുക്ക് ലുലുവിൽ വെച്ച് കാണാം. ടാറ്റാ. ഒരു മിനിറ്റ് അടങ്ങിയിരിക്കണ കുഞ്ഞേ. ഓ എന്താ ഗ്ലാസ് തുറക്കുന്നു, AC-യിൽ പണിയുന്നവൻ ഇല്ലാത്ത പരിപാടി. ലോക്ക് ചെയ്യൂ ഞാൻ ഗ്ലാസ്. അടങ്ങിയിരുന്നേ. റോഡിൽ വിടട്ടെ ഇറക്കി.
നടന്നു വന്നേരെ. ആണോ? അമ്മേന്റെ പൊന്നാരാ? അന്നെ പറ്റി താഴ്ന്നില്ല ക്ലാസ്. ചാച്ചന്റെ പണിയാ പൊന്നാ. ഇറങ്ങി ഓടിക്കളഞ്ഞ്. ദേട്ട് പോന്നു. എടാ ഓടിച്ചിട്ട് പിടിക്ക്. ഇത് ഭയങ്കര ഓട്ടവൻ. പിടിച്ച് അറസ്റ്റ് ചെയ്ത് അഴിച്ചു വിടുന്നായിരുന്നു രസം. ആ പരസ്യം കണ്ട്. അഴിച്ചുവിട്ട സ്വാതന്ത്ര്യത്തിൽ പോകുന്നതാ. അടാ കോഴിയേ. ഇന്ന് നല്ല തിരക്ക് കുറവുണ്ടേ. അതുകൊണ്ട് ഓടാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. സാധാരണ നമ്മളിത് നിറത്തി വിടാറില്ല. കുഞ്ഞാ ഓടി മടുത്തു. അത് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇവനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം. ഇവൻ തന്നെയാണോ അവൻ? ഏട്ടാ പോയി കയറുന്നടാ. എടാ വിലയുള്ളൊന്നും പോയി എടുക്കല്ലേടാ, നമ്മുടെ പൈസ ഇല്ലടാ. എത്ര റൗണ്ടായത്? ഷൂ അല്ല ഊരി എറിഞ്ഞിട്ട് ദേഷ്യം. അവനിരിക്കണ്ട, അവൻ ഓടണം. ചെരുപ്പെന്ന ബാഗിലിട്ട് തരും ഞാൻ, കൊടുക്കണ്ട. ഇടാൻ അതിന് ഉരുട്ടിക്കോ. എങ്ങനെയുണ്ട് കുരുത്തക്കേട്? അതെ, ഓടിയതിനെ കിട്ടാൻ ഇതിന് ബുദ്ധിമുട്ടാണ്. ഇതെന്താ എങ്ങനെ ഈ പോകുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. ഇതെവിടെയാ? അടുത്തതായി കാണുന്നത് അവൻ്റെ ഡാൻസ് ആണ്. ആ അതെ, അത് കണ്ടിട്ടാ വണ്ടികൾ. മനസ്സിലായടാ, ട്രെയിൻ കണ്ടിട്ടാ. ഇതിനകത്തൂടെ തന്നെ കൊണ്ടുപോകണോ? അങ്ങനെ സക്സസ്ഫുള്ളി ഉറക്കി. അടച്ചു. ആരാ? നീ കൂടെ കയറി കിടന്നോ? അങ്ങനെ നമ്മുടെ ചെക്കൻ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്. കുഞ്ഞാവ് അവനെ ഓടിച്ചോടിച്ചോടിച്ച് ഉറക്കി. ഇനി ഇപ്പോഴെങ്ങും ആശാനെ നോക്കണ്ട. 2-3 മണിക്കൂറത്തേക്ക് സുഖം നിദ്രയാണ്. കുറേ കുറുക്ക് കൊടുത്തായിരുന്നു രാവിലെ. അതെല്ലാം ആൾ നല്ല ഫിറ്റായിട്ടിരിക്കുക. വയറ് നിറഞ്ഞിട്ട് നല്ല ഉറക്കം വരുന്നുണ്ടായിരിക്കും. കുളിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞല്ലേ. ഇത്രയും നേരം നിന്ന് പിന്നെ അത്ര ഓട്ടം കൂടെ ആയപ്പോൾ സുഖം ഉറക്കം. ഇത് സാധനം വന്നു, എന്തരോ ഒരു സാധനം. ഇത് കുഞ്ഞാവയുടെ ഷമാം, ഇതെൻ്റെ മുന്തിരി. എങ്ങനെ കൊള്ളാവും? ഞാൻ മധുരം ഇല്ലാത്തതുകൊണ്ട്. ഇത് മധുരം ഇല്ലാത്ത കേട്ടോ. ആണോ?
പുളി എന്ത് പറ്റുമോ ഞാൻ ഇച്ചിരി കുടിക്കേ? പുളി എങ്ങനെയുണ്ട്? കടാറ് പുളി. ഇതൊന്ന് കഴിച്ചു നോക്കിയേ. ഹലോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. കൊച്ചു ഷോപ്പിംഗ്. നല്ല മഴ. തണുപ്പ് പിടിക്കൂല. ഞാൻ നീ എന്തിനാ വിളിക്കുന്നത്?